ഞാനെന്താ നിങ്ങളോട് കള്ളം പറയോ? അധ്യാപകരെപ്പോഴും സത്യമേ പറയാവൂ. കുട്ടികൾക്ക് മാതൃകയാവേണ്ടവരല്ലേ നമ്മൾ. സത്യം മാത്രമേ പറയാവൂന്നൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ. സത്യം, നീതി, ദയ, കാരുണ്യം എന്നൊക്കെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തത്ത പറയുന്ന പോലെ പറയാൻ നല്ല എളുപ്പമാ. പക്ഷേ അങ്ങനെയൊക്കെ ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ അല്ലേ ടീച്ചറെ? ഞാൻ പൊയ്ക്കോട്ടെ ടീച്ചറെ, ക്ലാസ് തുടങ്ങാറായി. നിൽക്ക്, ഞാൻ വരാതെ നിന്റെ ക്ലാസ് തുടങ്ങില്ലല്ലോ. അല്ലെങ്കിൽ എല്ലാ ദിവസവും നീ ഫസ്റ്റ് അവറിൽ 15 മിനിറ്റെങ്കിലും ലേറ്റായല്ലേ വരുന്നത്? ഇന്നലെ അസംബ്ലിക്ക് വരാത്തതിന്റെ കാരണം ചോദിക്കാനാ ഞാൻ നിന്നെ വിളിച്ചത്. നീ അതിനൊരു മറുപടിയും പറഞ്ഞു ഇല്ല. എൻ്റെ അനിയത്തിക്ക് പനിയായിരുന്നു. അവളെ നോക്കാൻ വേണ്ടി ഞാൻ വീട്ടിലിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വരാതിരുന്നത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇനി ഞാൻ പൊയ്ക്കോട്ടെ. ഞാനെഴുതി കഴിഞ്ഞു. ഈ കണക്ക് ചെയ്യാതെ ചെന്ന നാളെ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും, ഉറപ്പാ. നീ ചേച്ചിക്കുട്ടിയോട് ചോദിക്ക്, പറഞ്ഞു തരൂ. ഓ, അമ്മേ ഈ കണക്കൊന്ന് പറഞ്ഞു തരുമോ? 400 × 25 പ്ലസ്. പൊയ്ക്കോ ഇവിടുന്ന്. സംശയം വല്ലതുകൊണ്ടേ ജാനിയോട് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലടി. എടി ജാനി, എന്താടി സൂര്യമോൾക്ക് കണക്ക് പറഞ്ഞു കൊടുക്കാത്തത്? എന്നോട് ചോദിച്ചില്ലല്ലോ അമ്മേ. സഹായിക്കാമോന്ന് ചോദിച്ച് എന്റെ പിള്ളേര് നിന്റെ സമക്ഷത്തോട്ട് വരണോ? അവര് പഠിക്കാനിരിക്കുമ്പോ നീ അടുത്തോട്ട് ചെന്ന് വല്ലതും പറഞ്ഞു കൊടുക്കണ്ടേ? എനിക്ക് എഴുതാനുണ്ടായിരുന്നു അമ്മേ. ഓ, അതാണോ വലിയ കാര്യം? എന്റെ പിള്ളേരുടെ പഠിത്തം കഴിഞ്ഞിട്ട് മതി നിന്റെ എഴുത്തും കുത്തുമൊക്കെ.